ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എ എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഈ പറയുന്ന 4-ാം പടിയെക്കുറിച്ച് ചിന്തിച്ചതാണ്. അപ്പോൾ അന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കൊരു ഒരു എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള ഒരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ എന്താണ് റിസെൻമെൻറ്റ്? റിസെൻമെൻറ്റ് അല്ലെങ്കിൽ നീരസം എന്ന് പറയുന്നത് ആരെങ്കിലും നമ്മളോട് ചെയ്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ടു പോയ ചില കാര്യങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയും അതിൻ്റെ ഒരു നീരസം അല്ലെങ്കിൽ ദേഷ്യം, അയാളോടുള്ള ഒരു വൈരാഗ്യം മനസ്സിൽ വിരിയുന്ന അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് റിസെൻമെൻറ്റ് എന്ന് പറയുന്നത്. റിസെൻമെൻറ്റിന് ഏകദേശം 32 രൂപങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. ചിലത് ഭയത്തോട് കൂടിയിട്ടുള്ള റിസെൻമെൻ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ പേരൻസോ ആരെങ്കിലുമൊക്കെ നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് ഒരുപാട് അടിയൊക്കെ തന്നിട്ടുണ്ട്. ഒരുപാട് നാൾ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എൻ്റെ അപ്പൻ്റെ മദ്യപാനം മൂലം. അത് ഒരു ഭയത്തോടു കൂടിയ ഒരു നീരസമായിരിക്കാം. അതല്ലെങ്കിൽ ഇറിറ്റേറ്റഡ്, നമ്മളെ ആരെങ്കിലും ഒക്കെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആ തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, അവരോടുള്ള ഒരു ഇറിറ്റേഷൻ, അത് ഒരു നീരസത്തിൻ്റെ ഭാഗമായിട്ട് വരാം. ഒരു ബേണ്ടം, അതല്ലെങ്കിൽ നമുക്കൊരു ഉള്ളിൽ ഒരു തീ, അയാളോട് എപ്പോഴും ദേഷ്യം തോന്നുന്ന രീതിയിൽ ആയിരിക്കാം. പിന്നെ നമുക്കറിയാം ഫ്രസ്ട്രേറ്റഡ് എന്നോ, ബോർഡ് എന്നോ, ലോൺലി എന്നോ, റെസ്റ്റ്ലെസ് എന്നോ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അസ്വസ്ഥരാകുന്ന പോലെ റിസെൻമെൻറ്റ് വരിക, ശുണ്ഠി പിടിക്കുക, ശുണ്ഠി പിടിക്കുന്ന പോവുക, ഗ്രമ്പി, ഭയങ്കര ദേഷ്യം തോന്നുക, അങ്ങനെ ജഡ്ജ്മെൻ്റൽ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഫേവറിൽ ഇത് പറയുന്നുണ്ട്. 32 ഫ്ലേവർ ഉണ്ടെന്നാണ് ഈ റിസെൻമെൻറ്റിനെ കുറിച്ച് ഞാൻ ആ സമയത്ത് എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇത്തരം റിസെൻമെൻറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്ന് കണ്ടത്. നമുക്കറിയാം റിസെൻമെൻ്റ് എന്ന വാക്ക് എങ്ങനെയാണ് ഉടലെടുത്തത്. യഥാർത്ഥത്തിൽ റിസെൻമെൻ്റ് അല്ലെങ്കിൽ നീരസം എന്ന് പറയുന്നത് നമ്മൾ പഴയ കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കുകയും വീണ്ടും നമ്മളത് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരികയും വീണ്ടും അതിനെ ഓർത്ത് വേവലാതിപ്പെടുകയും അവരോടുള്ള ഒരു ദേഷ്യം ത്തെ ഊട്ടി ഊട്ടി ഉറപ്പിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അവരോടുള്ള നീരസത്തെ ഒരു പുകച്ചിൽ പോലെ നമുക്കുള്ളിൽ തോന്നുന്ന ഒരു കാര്യമാണ്. നമുക്കത് നമ്മുടെ പഴയ കാര്യങ്ങളായിരിക്കാം, പണ്ട് നടന്ന സംഭവമായിരിക്കാം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമായിരിക്കാം. എന്നാലും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ അത് വീണ്ടും റിവൈൻഡ് ചെയ്ത് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരികയും നമ്മളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ റിസെൻമെന്റ് എന്ന് പറയുക, അല്ലെങ്കിൽ നീരസം എന്ന് പറയുക. ബിഗ് ബുക്ക് തന്നെ പറയുന്നുണ്ട്, റിസെൻമെന്റ് അല്ലെങ്കിൽ നീരസമാണ് വിദ്വേഷമാണ് പ്രധാന ശത്രു എന്ന് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഈ റിസെൻമെന്റുകളെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുകയും അല്ലെങ്കിൽ അതിന് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റേണ്ടത് ആവശ്യമുണ്ട്. അതൊരു നമ്മുടെ റിക്കവറിയുടെ അല്ലെങ്കിൽ സുബോധ ജീവിതത്തിന്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ചികിത്സയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോഴോ നമ്മൾ ഈ തരം നീരസങ്ങളെ കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ നമ്മളോട് അവർ പറയാറുണ്ട്, നിങ്ങൾ ആ നീരസത്തിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ അത് നമ്മൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടമായിട്ട് വരില്ല. കാരണം ഇപ്പോൾ എയിൽ വന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു മനോഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. പക്ഷേ അതൊരു അത്യാവശ്യകരമായ കാര്യമാണ്. എയിലെ 12 പടികളിലൂടെ ജീവിത രീതി അല്ലെങ്കിൽ ചികിത്സാ രീതി എടുക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ 1, 2, 3 പടികളിൽ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ പടിയിൽ നമ്മൾ പുനർജനിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് ശേഷമാണ് 4ാമത്തെ പടിയായിട്ടുള്ള ഈ മോറൽ ഇൻവെൻട്രി എടുക്കുമ്പോൾ ഈ റിസെൻമെന്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ഒരു കാസറ്റ് പോലെ നമുക്ക് ഈ റിവൈൻഡ് ചെയ്തെടുത്ത് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് നമ്മളിൽ നിന്ന് മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ഈ നീരസത്തിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. കാരണം അത് അത് നമ്മളെ ഈ ദേഷ്യത്തിൽ നിന്നും മറ്റുള്ളവരോടുള്ള വൈരാഗ്യത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മൾ റിക്കവറിയിൽ വരുന്ന ഒരാളോട് സ്റ്റെപ്പ് 4 ആദ്യമായിട്ട് തന്നെ റിസെൻമെന്റ് ഇൻവെൻട്രി എടുക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം. പ്രത്യേകിച്ച് ആൽക്കഹോളിക്കുകളായിട്ടുള്ള അല്ലെങ്കിൽ മദ്യാസക്തരായിട്ടുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവർ അറിയപ്പെടാത്ത അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാവും.
അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യങ്ങളായിരിക്കാം ഈ നീരസങ്ങൾ. സീക്രട്ടാണ്. രഹസ്യപരമായിട്ട് നമ്മൾ അത് സൂക്ഷിക്കുന്നത് നമ്മൾ സ്റ്റെപ്പ് 4-ലെത്തുമ്പോൾ നമ്മൾ റിവീൽ ചെയ്യാൻ തയ്യാറാവുകയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ രഹസ്യം സൂക്ഷിക്കാനായിട്ട് ഒരുപാട് ന്യായീകരണങ്ങളുണ്ടാവാം. കാരണം അയാൾ എന്നോട് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരണങ്ങളുണ്ടാവാം. പക്ഷേ നമ്മൾ ഒരു ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, ഒരു മനോഭാവത്തിലേക്ക് വന്നതിന് ശേഷമാണ് സ്റ്റെപ്പ് 4 ചെയ്യാൻ തയ്യാറാകുന്നത്. കാരണം നമുക്കറിയാം എൻ്റെ ഇച്ഛയും ജീവിതവും ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചുവിടുവാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ടേൺ ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ 4-ാം പടിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് തന്നെ നെക്സ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റെപ്പ് 4. അപ്പോൾ നമ്മൾ എയിൽ എത്തിക്കഴിഞ്ഞ് 4-ാം പടിയിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഈ നീരസത്തിൻ്റെ ഒരു കാരണങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നത്. അത് എൻ്റെ മനസ്സിൽ ഉള്ള ആരോടെങ്കിലും നീരസമുണ്ടെങ്കിൽ അവരോടുള്ള നീരസത്തെ എടുത്തു മാറ്റി എൻ്റെ ഉന്നത ശക്തിക്ക് ഒരു ക്ലിയർ പിക്ചറായിട്ട്, അല്ലെങ്കിൽ ഒരു എന്നിൽ പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ ഇടം നൽകുന്ന ഒരു മാർഗമാണ് ഈ റിസെൻമെൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ശരിക്കും ഈ റിസെൻമെന്റ് എന്നുള്ള വാക്ക് വന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം സെൻഡയർ എന്നാണ് ലാറ്റിനിൽ അത് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷിലെ അർത്ഥം ടു ഫീൽ എന്നാണ്. റീസെൻഡയർ അല്ലെങ്കിൽ റിസെൻമെന്റ് എന്ന് പറയുന്നതിന് റീസെൻഡയർ എന്നാണ് പറയുക. അപ്പോൾ ടു കീപ് റീഫീലിംഗ്, അതായത് വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് നമുക്ക് അത് ആ വികാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫീലിംഗ് ടു കീപ് റീഫീലിംഗ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ ഉള്ള അർത്ഥം. അതായത് തുടർച്ചയായി വീണ്ടും വീണ്ടും അത് നമ്മുടെ ആ വികാരം, വൈരാഗ്യം, ദേഷ്യം ആരോടാണെങ്കിലും വരുന്നതിനെയാണ്. അത് ചിലപ്പോൾ വർഷങ്ങളുടെ പഴക്കമുള്ളതായിരിക്കാം. അതിനെയാണ് നമ്മൾ റിസെൻമെന്റ് എന്ന വാക്ക് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും റിസെൻമെന്റിന്റെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ മറ്റുള്ളവർ ആണ് എന്നോട് ക്ഷമ പറയേണ്ടത്, മറ്റുള്ളവരാണ് എന്നോട് തെറ്റ് ചെയ്തത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഒരു ആൽക്കഹോളിക്ക് നിൽക്കുന്നത്. അപ്പോൾ എയിലെത്തുന്ന ഒരാൾക്ക് നമുക്കറിയാം മറ്റൊരാളുടെ മേലോ, അല്ലെങ്കിൽ പ്ലേസ് പീപ്പിൾ തിങ്സ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ മേലോ, സാഹചര്യങ്ങളുടെ മേലോ, സ്ഥലങ്ങളുടെ മേലോ നമ്മൾക്ക് യാതൊരുവിധ നിയന്ത്രണവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തീർച്ചയായും ആൽക്കഹോളിസമിന്റെ ബുക്കിൽ റിസെൻമെന്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു പേപ്പറിൽ എഴുതേണ്ടതെന്നും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുള്ള കുറേ ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. എന്നാൽ നമ്മളിപ്പോൾ അതിനകത്ത് നമുക്കറിയാം മിസ്സിസ് ജോൺസ് എന്നും മിസ്റ്റർ ബ്രൗൺ എന്നൊക്കെ എഴുതിയേക്കുന്നത് ഒരു ഇംഗ്ലീഷിലുള്ള പുസ്തകമായതുകൊണ്ടും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകമായതുകൊണ്ടാണ് അങ്ങനെയുള്ള കാണുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ഇപ്പോൾ ആളുകളുടെ പേര്, അല്ലെങ്കിൽ ഞാൻ 1-2 പേരുടെ പേര് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ 4th സ്റ്റെപ്പ് ചെയ്തത് എന്നാണ് ഈ റിസെൻമെന്റിന്റെ ഈ ഭാഗത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടു പീപ്പിൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ആളുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, സ്ഥാപനങ്ങൾ, പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, ഇവയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാദർ, അച്ഛനാകാം, അമ്മയാകാം, സഹോദരിമാരാകാം, നമ്മുടെ സഹോദരന്മാരാകാം, ആൻറ്റിമാരാകാം, അങ്കിൾമാരാകാം, നമ്മുടെ ഏതെങ്കിലും കസിൻസ് ആകാം, പുരോഹിതനാകാം, പോലീസുകാരാകാം, ഒരുപക്ഷെ വക്കീലന്മാരാകാം, ജഡ്ജാകാം, ഡോക്ടർമാരാകാം, ഞാൻ എൻ്റെ എംപ്ലോയറാകാം, അതായത് എൻ്റെ തൊഴിലുടമയാകാം. ഞാനൊരു തൊഴിലുടമയാണെങ്കിൽ എൻ്റെ എംപ്ലോയീസ് ആകാം, എൻ്റെ കൂടെ സഹപ്രവർത്തകരാകാം, ഫാദർ ഇൻ ലോ ആകാം, മദർ ഇൻ ലോ ആകാം. ചിലപ്പോൾ സ്ത്രീകളാണ് ഇത് എഴുതുന്നതെങ്കിൽ അത് ഹസ്ബൻഡ് ആകാം, വൈഫാകാം, ക്രെഡിറ്റേഴ്സ് ആകാം, ഞാൻ പണം കൊടുക്കാനുള്ളവരാകാം, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആകാം, സ്കൂളിലെ ഫ്രണ്ട്സ് ആകാം, ടീച്ചേഴ്സ് ആകാം, ലൈഫ് ലോങ് ഫ്രണ്ട്സ് ആകാം, ബെസ്റ്റ് ഫ്രണ്ട്സ് ആകാം, ഗേൾ ഫ്രണ്ട്സ് ആകാം, ബോയ് ഫ്രണ്ട്സ് ആകാം, പരോൾ ഓഫീസറാകാം, പ്രൊബേഷൻ ഓഫീസറാകാം, എയിൽ തന്നെ ഫ്രണ്ട്സ് ആകാം. അങ്ങനെ നമുക്ക് ആളുകളിൽ ഒരുപാട് പേരിൽ ഈ ഒരു ലിസ്റ്റ് നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം മാരേജ് ഒരു ഇതാണ്, ബൈബിള്, ചർച്ച്, മതം, നിയമങ്ങൾ, ഗവൺമെൻറ്, വിദ്യാഭ്യാസ സിസ്റ്റം, കറക്ഷണൽ സിസ്റ്റം, മെൻ്റൽ ഹെൽത്ത് സിസ്റ്റം, ഫിലോസഫി, നാഷണാലിറ്റി, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ്. പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് 10 കൽപ്പനകളാകാം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രിൻസിപ്പിളാണ്. ജീസസ് ക്രൈസ്റ്റ് ആകാം, ഡെത്ത് ആകാം,
അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നോ, ഹെവൻ ആകാം, ഹെല്ലാകാം, പാപമാകാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നീരസം വരാനുള്ള, റിസെൻമെൻറ്റുകൾ വരാനുള്ള തത്വങ്ങളാണ്. ബുക്കിൽ 3 കോളമാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ കോളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആളുകളുടെയും ഇത്തരം സ്ഥാപനങ്ങളുടെയും പ്രിൻസിപ്പുകൾ അല്ലെങ്കിൽ തത്വങ്ങളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. നമ്മൾ ആരോടോ എന്തിനോടോ ദേഷ്യമുണ്ടായിരുന്ന കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഉദാഹരണത്തിന്, എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരാളോട് നീരസം ഉണ്ടായി എന്ന് വിചാരിക്കാം. ഒരുപക്ഷെ ഞാൻ പള്ളിയിൽ അൾത്താര ബാലസംഘത്തിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങളിൽ പലരെയും സെക്ഷലി ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എന്തായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ പേര് നമുക്കൊരു പേര് ഇടണമല്ലോ. ഇപ്പം നമുക്ക് മിസ്റ്റർ ബ്രൗൺ, മിസ്റ്റർ ജോൺസൺ എന്നൊക്കെ പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ നാട്ടിൽ ഒരു പേര് ഇടാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പൈലി എന്നാണെങ്കിൽ നമ്മളവിടെ എന്താണ് എഴുതേണ്ടത്? പൈലി എന്ന് എഴുതണം. അപ്പോൾ രണ്ടാമത്തെ കോളം എന്താണ് പറയുന്നത്? വി ആസ്ക്ഡ് അവർ സെൽവ്സ് വൈ വി വേർ ആംഗ്രി. എന്തുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിനോട് നീരസമുണ്ടായത്? നമുക്ക് പൈലിയോട് നീരസം ഉണ്ടാകാൻ കാരണം എന്നാ? പൈലി നമ്മളെ സെക്ഷലി ഹരാസ് ചെയ്തു. അപ്പോൾ അത് നമ്മളവിടെ എഴുതുകയാണ്, ഞാൻ എന്നെ സെക്ഷലി ഹരാസ് ചെയ്തു എന്ന് അവിടെ. അതുകൊണ്ടാണ്, അതാണ് കാരണം. അത് എന്നെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. നമുക്ക് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മുടെ സെൽഫ് എസ്റ്റീം, നമ്മുടെ ഒരു ആത്മാഭിമാനത്തെ അത് ബാധിച്ചു. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആരോടും പറയാൻ തയ്യാറാകില്ല, നമ്മൾ ഇത് ഒളിച്ചു വെക്കാൻ തയ്യാറാകും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കസിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമുക്കൊരു മിഠായി മേടിച്ചു തരുമോ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ് കുട്ടികളെ ഒക്കെ അങ്ങനെ ദുരുപയോഗം ചെയ്യുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ചിന്തിച്ചേക്കാം, എന്തുകൊണ്ട് ആ കുട്ടിക്ക് അവിടെ നിന്ന് ഓടിപ്പോകാന്ന് കൂടി. അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കില്ല. അപ്പോൾ കൂട്ടിലകപ്പെട്ട ഒരു സാഹചര്യം ആകുമ്പോൾ അവർക്ക് അവരുടെ ആത്മാഭിമാനത്തെ അത് ബാധിച്ചിട്ടുണ്ടാവും. അവരുടെ അംബീഷനെ ഒരു പക്ഷെ അത് ബാധിച്ചിട്ടുണ്ടാവും. ഒരു ആത്മാഭിമാനത്തെ എന്ന് വെച്ചാൽ പ്രൈഡ് ബാധിച്ചിട്ടുണ്ടാവും. അവരുടെ സെക്സ് റിലേഷനെയും അത് ബാധിച്ചിട്ടുണ്ടാകാം. അതൊരു ഭയം ഉളവാക്കിയിട്ടുണ്ടാകാം. അപ്പം ഞാൻ ഈ ഒരൊറ്റ ഉദാഹരണം മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അതായത് പൈലി എന്ന് പറയുന്ന ആള് എന്നെ ഉപദ്രവിച്ചു എന്ന് വിചാരിച്ചാൽ, അപ്പോൾ അയാളുടെ പേര് ആദ്യം എഴുതണം, ലിസ്റ്റഡ് പീപ്പിൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രിൻസിപ്പൾസ്. അടുത്ത കോളത്തിൽ അത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ബാധിച്ചു എന്ന് എഴുതണം. മൂന്നാമത് അതെനിക്ക് ഏതൊക്കെ തരത്തിൽ ബാധിച്ചു എന്ന് എഴുതണം. എൻ്റെ ആത്മാഭിമാനത്തെ ബാധിച്ചു, എനിക്ക് ഭയം വന്നു, ഞാൻ എൻ്റെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലുള്ള എൻ്റെ ആ ഒരു സെൽഫ് എസ്റ്റീമിനെ ബാധിച്ചു, സെക്സ് റിലേഷനെ അത് ഒരു പക്ഷേ ബാധിച്ചിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ നമുക്ക് ഭാവിയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ഇടവരുത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരെണ്ണം കൂടി പറയാം, ഒരു ഉദാഹരണം കൂടി. ഇപ്പോൾ എൻ്റെ ഫാദറിനോടാണ് എനിക്ക് ദേഷ്യമെങ്കിൽ, അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിൻ്റെ പേരെഴുതി. എൻ്റെ ഫാദറിൻ്റെ പേര് ജോയി എന്നാണ്. എന്തുകൊണ്ടാണ് എനിക്ക് പുള്ളിയോട് നിരാശന് ഇത് തോന്നിയത്, ദേഷ്യം തോന്നിയത്? കാരണം അദ്ദേഹം മദ്യപിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ നല്ല പണം കയ്യിലുണ്ടായിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനോ കൃത്യമായിട്ട് കൃത്യസമയത്ത് യൂണിഫോം മേടിച്ചു തരാനോ വസ്ത്രങ്ങൾ മേടിച്ചു തരാനോ ഒന്നും ശ്രമിച്ചില്ല എന്ന് എനിക്കൊരു നീരസം തോന്നാം. ഒരു ഉദാഹരണമാണ്. എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നില്ല, ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ കോളത്തിൽ അപ്പോൾ അതെങ്ങനെ എന്നെ ബാധിക്കുന്നത്? എൻ്റെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കും, എൻ്റെ പ്രൈഡിനെ, ആത്മാഭിമാനത്തെ ബാധിക്കും. ഫിയർ, എനിക്ക് ഭയം ഉളവാക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പം കുടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ലഭ്യത അല്ലെങ്കിൽ ഒരു ഒരു അപകർഷതാബോധം ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഈ 3 കോളം ഇപ്പോൾ അവർ ബുക്കിൽ മിസ്റ്റർ ബ്രൗണും മിസ്റ്റർ ജോൺസും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ കണക്കാക്കാം. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു എംപ്ലോയി, എൻ്റെ തൊഴിലുടമ എന്നുള്ള രീതിയിലാണ് കാണുന്നതെങ്കിൽ, അപ്പോൾ എൻ്റെ എംപ്ലോയറുടെ പേരെഴുതുക. സെക്കൻഡ് പേജിൽ ഞാൻ അയാൾക്ക് എല്ലാം ചെയ്തു കൊടുത്തിട്ടും എന്നെ അയാൾ എൻ്റെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നുവെങ്കിൽ
അതാണ് നമ്മൾ എന്തുകൊണ്ടാണ് അയാളോട് ദേഷ്യമുണ്ടാകുന്നുള്ളത് രണ്ടാമത്തെ കോളത്തിൽ എഴുതുന്നു. മൂന്നാമത്തെ കോളത്തിൽ അതെൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കും, എൻ്റെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കും. പിന്നെ അവർ സെക്യൂരിറ്റി അല്ലെങ്കിൽ പണം ഇല്ലല്ലോ, നമുക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പണം നഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് ഒരു രൂപയുടെ സൈനോ അല്ലെങ്കിൽ പണം എന്നോ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതൊരു സിമ്പിൾ ഉദാഹരണമായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞാണ്, എങ്കിലും ഒരു സിമ്പിൾ ഉദാഹരണമായിട്ട് ഈ 3 കാര്യത്തെ മാത്രം ഇന്നെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ ആദ്യത്തെ കോളം ഓക്കെ, ആളുകളുടെ നീരസുള്ള ആളുകളുടെ പേരെഴുതണം, സ്ഥാപനങ്ങളുടെ പേരെഴുതണം, തത്വങ്ങളുടെ പേരെഴുതണം, അതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് അവരോട് നിന്നുള്ള ദേഷ്യം എന്നുള്ളതിൻ്റെ കാരണങ്ങളും കണ്ടുപിടിക്കണം, അത് ശരി. പിന്നെ ഈ മൂന്നാമത്തെ കോളത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സെൽഫ് എസ്റ്റീം എന്നും അംബീഷൻസ് എന്നും പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നോ അല്ലെങ്കിൽ സെക്സ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുന്ന കാര്യം ഇതാരാണ് കണ്ടുപിടിച്ചത്? അത് കണ്ടുപിടിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ നിന്നാണ്. കാരണം സിഗ്മണ്ടിന്റെ ഒരു സിമ്പിൾ ടേം എന്തെന്ന് വെച്ചാൽ, മനുഷ്യന്റെ പ്രവൃത്തി അതെല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ അൺകോൺഷ്യസ് മെമ്മറിയിൽ അല്ലെങ്കിൽ അബോധാവസ്ഥയിലുള്ള ഓർമ്മകളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഉണർന്നു വരുന്നതാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എൻ്റെ തിയറി പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ്സ് ആണ് ഈ പറയുന്ന സെൽഫ് എസ്റ്റീം, സെക്യൂരിറ്റി, അംബീഷൻസ്, പേഴ്സണൽ റിലേഷൻഷിപ്പ്, സെക്സ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ അല്ലെങ്കിൽ പ്രൈഡ്, ഫിയർ, ഇതൊക്കെ അതൊക്കെ കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ ബിൽഡബ്ല്യുവിനോട് അല്ലെങ്കിൽ ബിൽഡബ്ല്യു അതിന് പ്രേരണ കിട്ടിയത് ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ നിന്നാണ്. അതല്ലാതെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആൽക്കഹോളിസം ഒരു ശാസ്ത്രീയ അല്ലെങ്കിൽ ശാസ്ത്രീയത ഉൾക്കൊള്ളുന്ന ഒരു സ്പിരിച്വൽ പ്രോഗ്രാമാണ്. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്പിരിച്വൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ നമ്മളിതൊക്കെ പലപ്പോഴും ഗ്രൂപ്പുകളിൽ പറയാറുണ്ടെങ്കിലും സെൽഫ് എസ്റ്റീം എന്നും ആത്മാഭിമാനം എന്നും സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വ ബോധമെന്നും അംബീഷൻസ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വായിച്ചുള്ളത് വെച്ചിട്ട് നോക്കുമ്പോൾ അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സംഭാവനയാണ്. ഈ 3 കോളത്തെ വിവിധ രീതിയിൽ എഴുതാം. ആദ്യമേ നമുക്ക് 2 ലൈൻ കൊടുത്തിട്ട് 3 കോളമാക്കി എഴുതാം. അതല്ലെങ്കിൽ ആദ്യത്തെ ഒരു കോളവും രണ്ടാമത്തെ ഒരു കോളവും കൊടുത്തിട്ട് അനേകം ലൈനുകൾ കൊടുത്തിട്ട് ഓരോ ലൈനിന് മുകളിലും സെൽഫ് എസ്റ്റീം എന്നോ സെക്യൂരിറ്റി എന്നോ അംബീഷൻ എന്നോ പ്രൈഡ് എന്നോ സെൽഫ് സെക്ഷുവൽ ആൻഡ് പേഴ്സണൽ ആൻഡ് സെക്സ് റിലേഷൻസ് എന്നോ പ്രൈഡ് എന്നോ ഫിയർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് ശരിക്കും ബിഗ് ബുക്കിൽ 3 കോളമാണ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ കാലാകാലങ്ങളായിട്ട് പലരും നാലാമതൊരു കോളം കൂടി കൊടുക്കാറുണ്ട്, അഞ്ചാമതൊരു കോളം കൂടി കൊടുത്ത് നമ്മളത് ബുക്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടി ചേർക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്. ഒന്ന് നമ്മളൊരു പ്രയർ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോളം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതൊരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നമ്മളെ നിരാശയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ നമുക്ക് ഈ നാലാമത്തെ അഞ്ചാമത്തെ കോളമൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് 1, 2, 3 കോളങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നമുക്കിത് വ്യക്തമായിട്ട് എഴുതി ചെയ്യാവുന്നതാണ്. അത് സ്പോൺസർമാരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. നല്ല പലപ്പോഴും പല മീറ്റിങ്ങിലും പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മളിങ്ങനെ ബുക്കിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ അങ്ങ് ചെയ്താൽ പോരെ, തീർച്ചയായും ചെയ്താൽ മതി. പക്ഷേ ഇന്ന് നമുക്ക് ഒരുപാട് ആൽക്കഹോളിസം മെമ്പേഴ്സ് ഉണ്ട്. അന്നത്തെ കാലത്തെ പോലെയല്ല. അന്ന് 1939 ഈ പുസ്തകം എഴുതുന്ന ഒരു കാലഘട്ടമല്ല ഇന്ന്. നമ്മൾ 2023 ഇരുന്നാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സോഴ്സ് നമുക്കുണ്ട്. തീർച്ചയായും ഓരോരുത്തരും അവരവരുടെ സ്പോൺസർമാർ പറയുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞ് നമുക്കത്
ഇനിയിപ്പോൾ ചിലർ പറയാറുണ്ട് ടോട്ടൽ നമ്പർ എഴുതിയാൽ മതി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് 6 ഇപ്പം നമ്മളിപ്പോൾ ഞാൻ എൻ്റെ ഫാദറിൻ്റെയും ഒരു പൈലിയുടെ കാര്യം പറഞ്ഞു, പിന്നെ എംപ്ലോയറുടെ. അപ്പോൾ എനിക്ക് എത്രയുണ്ട് ടോട്ടൽ 3 എണ്ണം ഉള്ളെങ്കിൽ ടോട്ടൽ 3. പിന്നെ അടുത്ത ഇത് ഞാൻ പല കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം, അത് ചിലപ്പോൾ 19 എണ്ണം ഉണ്ടാവാം. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാമെന്ന് ആം, നമ്മുടെ സ്പോൺസേഴ്സ് പറയാറുണ്ട്. ഈ പട്ടിക 4-മതും 5-മതും ഒക്കെ ഒരു കോളം വരച്ച് ചെയ്യാനുള്ള ഒരു കാരണം, പേജ് നമ്പർ 65 ഞങ്ങൾ പട്ടികയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കി. കാരണം ഭാവിയുടെ താക്കോൽ അതിലാണ്. അതിനെ പുതിയൊരു വീക്ഷണത്തിൽ കാണാൻ ഞങ്ങൾ തയ്യാറെടുത്തിരുന്നു. ലോകവും അതിലെ ജനങ്ങളും ഞങ്ങളെ നിയന്ത്രിക്കുന്നതായി ഞങ്ങൾ കണ്ടു തുടങ്ങി. അത്തരമൊരവസ്ഥയിൽ മറ്റുള്ളവരുടെ തിന്മകൾ യഥാർത്ഥമോ ഭാവനയോ ആകട്ടെ ഞങ്ങളെ നശിപ്പിക്കാൻ പോകുന്നവയാണ്. ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഈ അമർഷത്തെ അതിജീവിക്കേണ്ട, പക്ഷെ എങ്ങനെ? മദ്യത്തിനുപരി അവയെ അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളോട് തെറ്റ് ചെയ്തവർ ആത്മീയമായി അതപ്പതിച്ചവരാകാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അവരുടെ രോഗലക്ഷണങ്ങളും അവ ഞങ്ങളെ ശല്യം ചെയ്ത രീതിയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരും ഞങ്ങളെപ്പോലെ രോഗികളായിരുന്നു. സസന്തോഷം ഞങ്ങൾക്ക് രോഗിയായ ഒരാളോട് കാട്ടുന്ന ദയയും ക്ഷമയും സഹിഷ്ണുതയും അവരോട് കാട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഒരാൾ ഞങ്ങളോട് എതിർക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളോട് തന്നെ പറയുന്നു, ഇയാൾ ഒരു രോഗിയാണ്, ഞങ്ങൾ അയാളെ എങ്ങനെ സഹായിക്കും? ദൈവമേ, ക്രോധത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കൂ, അവിടുന്ന് അത് ചെയ്യും. അതാണ് നമ്മളിപ്പോൾ 4-മത്തെ പട്ടികയിൽ ഈ പ്രയർ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമുക്ക് പറ്റിയ കുറേ തെറ്റുകളും അയാളോട് ക്ഷമിക്കുന്നു. അയാൾ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, നമ്മൾ ചിലപ്പോൾ സെക്ഷലി യൂസ് ചെയ്തിട്ടുണ്ടാകാം, നമ്മളോട് കുറേ പണം തട്ടിയെടുത്തിട്ടുണ്ടാകും. അപ്പോൾ അയാളോട് നമ്മൾ ക്ഷമിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നതിനെ പറ്റിയാണ് ഈ 3-മത്തെ കോളത്തിൽ പെടുന്നത്. അടുത്ത കോളത്തെ പറ്റി 3-മത്തെ കോളത്തെ പറ്റി ഒന്നും കൂടി പറയുന്നുണ്ട്. പകയും തർക്കങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു. രോഗികളോട് നാം അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ ചെയ്താൽ സഹായിക്കാനുള്ള അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തിയേക്കും. നാം എല്ലാവരെയും സഹായിക്കാൻ കഴിവില്ലാത്തവരായിരിക്കാം. എന്നാൽ എല്ലാവരെയും കാരുണ്യത്തോടും സഹിഷ്ണുതയോടും കാണാനെങ്കിലും ദൈവം നമ്മെ സഹായിക്കും. അപ്പോൾ ഈ പട്ടികയിലേക്ക് ഞാൻ തിരിഞ്ഞു എന്ന് പറയുന്നതിനെ ആയിരിക്കാം ഒരുപക്ഷെ 4-മത്തെ പട്ടികയായിട്ട് നമ്മുടെ പഴമക്കാർ ഒരുപക്ഷെ എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത പട്ടിക വീണ്ടും പറയുന്നുണ്ട്. പട്ടിക വീണ്ടും പരിഗണിക്കുമ്പോൾ അപ്പോൾ എത്രാമത്തെ പട്ടികയായി? 5-മത്തെ കോളായി. 5-മത്തെ കോളത്തിൽ തന്നെയാണ് മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുകയും ഞങ്ങളുടെ തെറ്റുകളിലേക്ക് നോക്കുകയും ചെയ്യുന്നു. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും വഞ്ചകരും തൻകാര്യം നോക്കുന്നവരും ഭീരുക്കളുമായത്? ഞങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടല്ല, ഒരവസ്ഥ ഉണ്ടായെങ്കിൽ കൂടി അതിൽപ്പെട്ടയാളെ ഞങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. എവിടെയാണ് ഞങ്ങൾ കുറ്റക്കാരായത്? ആത്മപരിശോധന ഞങ്ങളുടേതായിരുന്നു, മറ്റൊരാളുടേതായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ കണ്ടെത്തി പട്ടികയാക്കി. ഞങ്ങൾ അവയെ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചു. സത്യസന്ധമായി ഞങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുകയും അവ നേരെയാക്കാൻ മനസ്സുള്ളവരാകുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ 4-മത്തെ കോളത്തിൽ ഞാൻ എഴുതുവാണെങ്കിൽ എൻ്റെ ഡാഡ്, അപ്പോൾ അദ്ദേഹം എന്നോട്, എൻ്റെ അപ്പച്ചൻ എന്നോട് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് ക്ഷമിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ പൈലി എന്ന് പറയുന്ന ഒരാളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുക? അദ്ദേഹത്തിനോട് ക്ഷമിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുകയാണ്. അപ്പോൾ അവരും രോഗികളായിരുന്നു എന്ന ചിന്തയോടുകൂടി നമ്മൾ ഈ 4-മത്തെ കോളത്തിൽ അദ്ദേഹത്തിന് നമുക്ക് പറ്റിയ തെറ്റ് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അതിന് തെറ്റ് പറ്റിയിട്ടില്ല എങ്കിൽ നമ്മളത് കൃത്യമായിട്ട് തന്നെ റെഫറിങ് ടു ദ ലിസ്റ്റ് അഗെയിൻ, അതായത് പേജ് നമ്പർ 67 വീണ്ടും പരിശോധിക്കുമ്പോൾ എന്നുള്ളത് നമുക്ക് അറിയാം, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫാദർ മദ്യപിച്ചു എന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കും. നമ്മളല്ല ശരിക്കും കുറ്റക്കാരെങ്കിൽ നമ്മളത് 2 രീതിയിൽ എഴുതാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. മൈ ഡാഡെന്നോ എന്നെ സെക്ഷലി ഹരാസ് ചെയ്ത ആളുടെ മുമ്പിൽ നമ്മൾ പെട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് അയാളോട് ക്ഷമിച്ചുകൊണ്ട് അവിടെ അയാളുടെ പേരും എഴുതി വെക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സ്പോൺസർ ഉണ്ടാവും. അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് നമ്മളത് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഫാദറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അയാളോട് നുണ പറഞ്ഞിട്ടുണ്ടാകാം, അദ്ദേഹത്തിന് പണം കട്ടെടുത്തിട്ടുണ്ടാകാം, അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം, എൻ്റെ എല്ലാ തകർച്ചകൾക്കും കാരണം അദ്ദേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഈ പൈലി എന്ന് പറഞ്ഞ ആൾ നമ്മുടെ സെക്ഷലായി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് നമ്മളൊരു വിക്റ്റിമാണ്. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് ഐ ഡിഡ് നത്തിങ്, ഐ വാസ് ദ വിക്റ്റിം എന്ന് എഴുതി വെക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശരിയായ ഒരു ചിന്തയിലേക്ക് നയിച്ചുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രയോജനപ്രദമായിട്ട് ഫോർത്ത് സ്റ്റെപ്പിൽ റിസെൻമെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു കോളം എഴുതുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഫാദറിൻ്റെ പേര് എഴുതി, സെക്കൻഡ് കോളത്തിൽ അദ്ദേഹം മദ്യപിച്ച് എൻ്റെ കാര്യങ്ങളൊന്നും നടത്തിയില്ല എന്നുള്ളതായിരുന്നു എനിക്ക് അദ്ദേഹത്തിനുള്ള ദേഷ്യം എഴുതി. അപ്പോൾ എന്നെ സെൽഫ് എസ്റ്റീമിനെയും എൻ്റെ സെക്യൂരിറ്റി അംബീഷനെയും പേഴ്സണൽ റിലേഷനെയും സെക്ഷൽ റിലേഷനെയും
ഒക്കെ അത് ബാധിച്ചിട്ടുണ്ട്. അത് ഞാൻ എഴുതി 1, 2, 3, 4, 5, 6, 7 കോളം എഴുതി. പിന്നെ അടുത്തത് എന്താണ് അദ്ദേഹത്തിനോട് അടുത്ത കോളത്തിൽ നമ്മുടെ ഇതിനകത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുറ്റത്തിനേക്കാൾ നമ്മുടെ കുറ്റം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കി അമ്മേരെ നമ്മൾ ബ്ലെയിം ചെയ്തു എന്ന് മനസ്സിലായി. അദ്ദേഹത്തോട് പറ്റി ഗോസിപ്പ് പറഞ്ഞു എന്ന് മനസ്സിലായി. അപ്പോൾ അതൊക്കെ എഴുതാം. പിന്നെ നമ്മൾ ഡിസോണസ്റ്റ് ആയിരുന്നു, ദേഷ്യത്തിലായിരുന്നു, ഭയത്തിലായിരുന്നു, ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ ഇതിന് ശേഷമാണ് നമുക്ക്